ഏത് മുൻ MLA? അദ്ദേഹം വ്യക്തമാക്കട്ടെ. മുൻ MLA, മുൻ MP, 140 നിയോജക മണ്ഡലമുണ്ട്. ഏത് MLA, ഏത് MP എന്നൊക്കെ അദ്ദേഹം പറയട്ടെ. ഇതൊന്നും പറയുന്നില്ലല്ലോ, പേരൊന്നും ഇല്ലല്ലോ. പേരില്ലാതെ മുൻ MLA, മുൻ MP, മുൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കോൺഗ്രസ്സുകാരാണ്. അതിൻ്റെ അകത്ത് കുറേ ഉണ്ട് അങ്ങനത്തെ. അവരെ തന്നെ പറയുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. പേര് പറയും. അതൊക്കെ പറയട്ടെ. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കേരളത്തിലെ CPM ചുമക്കണം, അല്ലെങ്കിൽ ഇടതുപക്ഷം ചുമക്കണം? അയാൾ IAS കാരനല്ലേ? IAS കാരൻ പരീക്ഷ എഴുതി പാസ്സായി ഒരു ജോലി കിട്ടി. ഇപ്പം നിങ്ങളിപ്പോൾ റിപ്പോർട്ടർ TV വർക്ക് ചെയ്യുക, നിങ്ങളേതാ ചാനൽ? 24 മലയാളം. നിങ്ങളിപ്പോൾ 24 മലയാളത്തിൽ വർക്ക് ചെയ്തു ഒരു കാലത്ത്. നാളെ നിങ്ങൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി, ഇപ്പം നിങ്ങൾ ഒരു കാലത്ത് ചെയ്ത ക്രൈമിനെ നിങ്ങൾ സഞ്ചരിച്ച മുഴുവൻ ചാനലുകൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അയാൾ UDF കാലത്ത് ഈ സർക്കാരിൻ്റെ ഭാഗമല്ലേ അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്? വ്യത്യസ്ത രാഷ്ട്രീയമുള്ള, വ്യത്യസ്ത ബോധമുള്ള, ഇടത് വിരുദ്ധത ബാധിച്ച എത്ര പേര് ഇരിക്കുന്നുണ്ട്? ഗവൺമെന്റ് ആ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ ഗവൺമെന്റ് ഇരിക്കുന്നവരെല്ലാം CPM-മാരാണോ? അല്ലല്ലോ. സർക്കാർ നയവുമായി മുന്നോട്ട് പോയി. ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കേരളത്തിലെ ഇടതുപക്ഷം എടുത്തിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ അതാണ് കാണേണ്ടത്. ആ നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ ഒരു IAS ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വമൊക്കെ ഞങ്ങൾ ഏൽക്കണം എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ശരിയല്ല. ഇത് പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ ഇതിനെ തുലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള പ്രശ്നത്തെക്കുറിച്ച് അതിൻ്റെ ഗ്രാഫിലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ പോയാൽ ആ വാദം ഉന്നയിച്ച വനിത ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ ഉത്തരങ്ങൾ അന്വേഷിക്കേണ്ടതായി വരും. തമിഴ്നാട്ടിൽ ഏത് ജയിലിലാണെന്നൊക്കെ അന്വേഷിക്കേണ്ടത് അത് വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA അയാളെ തുലനം ചെയ്യാനാണ് ഈ പേര് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ആദ്യം അവരെ ചോദ്യം ചെയ്യുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് മാധ്യമപ്രവർത്തകർക്കാണ്. മാധ്യമപ്രവർത്തന മേഖലയിലാണ്. ഇത്ര അതിശയോക്തിയോടുകൂടി ഞങ്ങൾ ഞെട്ടിപ്പോയി. 2 തവണ അയാൾ പ്രസ് മീറ്റും വിളിച്ചു. ഇത്രയൊക്കെ തൊലിക്കെട്ടി ഒരു മനുഷ്യനുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ. വന്ന് പറയുന്ന A മുതൽ Z വരെയുള്ള കാര്യം പച്ചക്കള്ളം. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, വോയിസ് ക്ലിപ്പുകൾ, ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ഈ കുട്ടി ആത്മഹത്യ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു ജീവിതം ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ട് എന്ത് ചെയ്യും? ഒരു പെൺകുട്ടി അവരൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് നമ്മുടെ ഒരു ജീവിതം, നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന ഐഡന്റിറ്റി പറയുന്ന അയാളുടെ ആത്മാഭിമാനമാണ്. അതിനെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലേക്ക് പോയിട്ടുള്ള ഒരു നേതാവും ഒരു MLA-യും അയാളെയൊക്കെ ഏതെങ്കിലും ഒരു കേസ് വെച്ച് തുലനം ചെയ്യുന്നത് അതിൻ്റെയൊക്കെ ഗ്രാഫും അതിൻ്റെ ഗ്രാവിറ്റിയും ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര സ്ത്രീകൾ, എത്ര പെൺകുട്ടികൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വന്നതിനേക്കാളും 2-3 ഇരട്ടി ഉണ്ടാവും വരാത്തത്. വന്നതിനേക്കാളും 2-3 ഇരട്ടി ഉണ്ടാവും വരാത്തത്. അതാര് എന്ത് നോക്കിയാൽ ചിലത് ഇന്ന് കേരളത്തിലുള്ള ഈ സൈബർ ലിഞ്ചിങ് ഉണ്ടല്ലോ, സൈബർ ലിഞ്ചിങ്, അത് പേടിച്ചിട്ടൊക്കെയാണ്. അതൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ അഭിപ്രായം പറയാത്തത്, അനുഭവം പറയാത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പരസ്യ വിചാരണക്ക് തയ്യാറാവണം. പരസ്യ വിചാരണക്ക് ഇങ്ങനെയാണോ നിങ്ങളുടെ മേഖലയിൽ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ള ഒരാളെ എങ്ങനെ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം അംഗീകരിക്കണം? അപ്പം അതിനെയൊക്കെ മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ടൊക്കെ തുലനം ചെയ്യുന്നതിനോട് ഒരു അഭിപ്രായം എനിക്കില്ല. അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ടല്ലോ, ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോട്ടെ, അത് തെളിയട്ടെ. ആ ഘട്ടത്തിൽ അത് മറ്റു കാര്യങ്ങൾ പറയാം. ഒരുപാട് കുട്ടികൾക്ക് സ്കോളർഷിപ്പിന്റെ വിഷയവും എല്ലാം ഉണ്ട്. അപ്പൊ SFI അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് സമര പരിപാടികൾ? കാരണം ഒരു ഘട്ടത്തിൽ സമര പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. ഇനി അങ്ങനെയാണ്. ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. സർവകലാശാല വിദ്യാർത്ഥികളുടെയാണ്. ഈ പറഞ്ഞ RSSന്റെയോ ആർലേക്കറുടെയോ VC-യുടെയോ അല്ല, ബഹുമാനപ്പെട്ട ഗവർണറുടെയോ VC-യുടെയോ മാത്രമല്ല. അവരതിനെ ജസ്റ്റ് മോണിറ്റർ ചെയ്യാനും അതിനെ മുന്നോട്ട് നയിക്കാനുമാണ്. പക്ഷെ അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സംഘപരിവാറിലേക്ക് എത്തിക്കാനും സംഘപരിവാർ ആലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടും അതിനെതിരെ ശക്തമായി സമരം മുന്നോട്ട് നയിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് SFI സമരരംഗത്തേക്ക് വന്നിറങ്ങിയത്. അതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുന്ന തരത്തിലേക്ക് സർവകലാശാല പ്രവർത്തനങ്ങൾ
മുടങ്ങി. ഫയലുകൾ കെട്ടിക്കിടന്നു. 1500-500ഓളം വരുന്ന ഫയലുകൾ കെട്ടിക്കിടന്ന ഘട്ടത്തിലാണ് VC വരണം എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞില്ല. അപ്പോൾ സർവകലാശാല നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രവർത്തനം ആ നിലയിൽ തന്നെ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് ഇപ്പോൾ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിന് പൂർണ്ണമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള നിലപാട് നിലനിൽക്കുന്നത് നമ്മുടെ രജിസ്ട്രാറായിട്ടുള്ള അനിൽ സാറിനാണ്. ആ അനിൽ സാറിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. നിയമപരമായി അദ്ദേഹം തന്നെയാണ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അകാരണമായി സസ്പെൻഡ് ചെയ്യുകയും അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുള്ള സംഘപരിവാർ ഇടപെടലിനെ തുറന്നെതിർക്കുകയാണ് ചെയ്യുക. തുടർന്നുള്ള സമരങ്ങൾ ആലോചിച്ച് വേണ്ട വിധത്തിൽ അവിടെ ചെയ്യും.